So okay, let's start. Okay, so hope logical address and physical address are clear. Okay, so the logical address is the address generated by CPU, and what is physical address? It is actually the main memory address. Okay, so what you have to do? You have to convert this logical address to physical address. Map ചെയ്യണം. So for that we need a hardware. Okay? So that hardware support or that unit is known as memory management unit or MMU. Okay, it is called as MMU. So in question paper also it will be seen like MMU. Okay, so you have to understand that it is the memory management unit that helps to map this physical logical address or virtual address to physical address at runtime. Okay, runtime mapping ആണ് ചെയ്യുന്നത്. So you have to know the figure also. Figure പഠിച്ചിരിക്കണം. Okay. So here, in this case, we know that we have a base register and a limit register. So here, at the time of conversion, this base register here it is called as relocation register. Okay, base register is called as relocation registers. Okay, so here, see the figure. This is the see, here we have studied base register and limit. Our user process base value and limit value will be given. So, every process address generate within that limit CPU check. Okay, our physical memory map memory place process. Okay, logical address physical memory address convert convert help memory management unit. So ഇവിടെ നമ്മുടെ base register എന്താ പറയാ relocation register എന്നാണ് normally നമ്മൾ പറയാ. Okay, same, both are same. Okay, so actually ഒരു user program എപ്പോഴും എന്തേ ഉള്ളൂ logical address ഉള്ളൂ. Okay, they cannot see the real physical address. Actual main memory address ഒരിക്കലും കാണാൻ പറ്റില്ല. Okay, ഓരോ പ്രോഗ്രാമിനും എന്താ ഉള്ളത് logical address ആണുള്ളത്. Okay, it never see the original address. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നു ഇൻറ്റ് എ ഇൻ ബി, നമുക്കറിയില്ല മെമ്മറിയിൽ എവിടെയാണ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളതും മെയിൻ മെമ്മറിയിൽ. സെക്കൻഡറി മെമ്മറിയിൽ എവിടെയാണ് നമ്മൾ അറിയില്ല. ഇഫ് ദ പ്രോഗ്രാം ഡിസ്കിലാണ് സേവ് ചെയ്തതെങ്കിൽ അത് എവിടെയാണ് നമ്മൾ അറിയില്ല. സോ ആക്ച്വലി എന്താണ് റിയൽ മെമ്മറി അഡ്രസ്സ് എന്താണ് ഇന്റേണലി കൺവേർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ എക്സിക്യൂഷൻ ടൈമിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ മെമ്മറിയിലേക്കുള്ള റെഫറൻസ് ആബ്സല്യൂട്ട് കോഡ് പോകുന്നത്. ഓക്കെ, സോ here this is the figure. നോക്കൂ, CPU ജനറേറ്റ് ചെയ്ത് ഒരു പ്രോഗ്രാം വന്നു. CPU അതിന്റെ ലോജിക്കൽ അഡ്രസ് കണ്ടുപിടിച്ചു. ലോജിക്കൽ അഡ്രസ് എന്താണ് 346. ഓക്കെ, 346 ആണ് അഡ്രസ്. സോ എങ്ങനെയാണ് അത് മെയിൻ മെമ്മറിയിൽ കൊണ്ടുപോയി വെക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ചെക്ക് ദ ബേസ് രജിസ്റ്റർ. ബേസ് രജിസ്റ്റർ ഹിയർ ഇറ്റ് ഈസ് കോൾഡ് ആസ് റീലൊക്കേഷൻ രജിസ്റ്റർ. എന്താണ് റീലൊക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് ബേസ് എത്രയാണ് 14,000 ആണ്. ഓക്കെ, ബേസ് 14,000 ആണെങ്കിൽ നമുക്ക് ഇത് അഡ്രസ് എത്രയാണ് 346. അപ്പോൾ നമ്മുടെ ആക്ച്വൽ മെമ്മറി അഡ്രസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് ബേസ് രജിസ്റ്റർ പ്ലസ് ദിസ് ലോജിക്കൽ അഡ്രസ്. ഓക്കെ, ബേസ് 14,000 ആണ്, ലോജിക്കൽ അഡ്രസ് 346 ആണെങ്കിൽ ഫിസിക്കൽ അഡ്രസ് എന്തായിരിക്കും? 14,346. ആ ലൊക്കേഷനിലോട്ടായിരിക്കും ഈ പ്രോസസ്സ് പോകുന്നത്, പ്രോഗ്രാം ഓർ പ്രോസസ്സ്. ഓക്കെ, ഇവിടെ പോകുന്നത് മെയിൻ മെമ്മറിയിൽ 14,346 എന്ന് പറഞ്ഞ ലൊക്കേഷനിലോട്ടായിരിക്കും പ്ലേസ് ചെയ്യുക നമ്മൾ. സോ ഈ ഒരു അഡീഷൻ, ഓക്കെ, ഇവിടെ എന്താ നടക്കുന്നത്? രണ്ടും കൂടെ ആഡ് ചെയ്യാണ്. ബേസ് രജിസ്റ്ററിലെ കണ്ടന്റും ലോജിക്കൽ അഡ്രസ്സിലെ കണ്ടന്റും കൂടെ, ലോജിക്കൽ അഡ്രസ്സും കൂടെ എന്ത് ചെയ്യാണ്? അഡീഷൻ ആണ് നടക്കുന്നത്. സോ ദാറ്റ് ഈസ് പെർഫോംഡ് ബൈ എൻ ഹാർഡ്വെയർ കോൾഡ് ആസ് മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ്. ഓക്കെ, MMU ആണ് ആ ട്രാൻസ്ലേഷൻ അവിടെ ചെയ്യുന്നത്. സോ 14,346 നമ്മൾ എന്ത് ചെയ്യുക? ആ പ്രോസസ്സിനെ പ്ലേസ് ചെയ്യുക. ഓക്കെ, അതുപോലെ സപ്പോസ് ലോജിക്കൽ അഡ്രസ് 0 ആണെന്ന് വിചാരിച്ചോ. ലോജിക്കൽ അഡ്രസ് 0 ആണെങ്കിൽ എന്താണ്? ബേസിൽ എന്താ ഉള്ളത്? 14,000 ഉണ്ട്. സോ 14,000 പ്ലസ് 0 എന്താണ്? 14,000 തന്നെ. ഓക്കെ, സോ 14,000 എന്ന് പറഞ്ഞ ആ ലൊക്കേഷനിലോട്ടായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഈ അഡ്രസ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ലോജിക്കൽ അഡ്രസ്സിനെ എന്തിലോട്ട് മാറ്റണം? ഫിസിക്കൽ അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. ബിക്കോസ് ദാറ്റ് ഈസ് ദ റിയൽ അഡ്രസ്. ഓക്കെ, സോ അത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ട് MMU ആണ് ചെയ്യുന്നത്. ഓക്കെ, മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് എന്താ ചെയ്യുന്നത്? വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ്? നബീൽ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ്? എന്താ ചെയ്യുന്നത് MMU? നബീൽ, മിഥുൻ, മിഥുൻ,
എനിബഡി മെസ്സേജ് ചെയ്താലും മതി. എന്താണ് ഫംഗ്ഷൻ? മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? അനുപമ, അനുപമ, നിവേദ്യ, ഓക്കെ. അപ്പോൾ ആർക്കും മനസ്സിലായിട്ടില്ല അല്ലേ? സോ മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് എന്താ ചെയ്യുന്നത്? ലോജിക്കൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഫംഗ്ഷൻ അറ്റ് റൺ ടൈം. ഓക്കെ, ഇപ്പോൾ ഡൈനാമിക് റീലൊക്കേഷൻ ആണ്. നമ്മൾ എന്താണ് ലോജിക് CPU എന്താണ് ലോജിക്കൽ അഡ്രസ്സാണ് തരുന്നത്, ആ ലോജിക്കൽ അഡ്രസ്സിനെ റീലൊക്കേറ്റ് ചെയ്യും അല്ലെ, ഡൈനാമിക്കലി റീലൊക്കേറ്റ് ചെയ്യും യൂസിങ് റീലൊക്കേഷൻ രജിസ്റ്റർ. ഓക്കെ, ഡൈനാമിക്കലി എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ ടൈമിൽ എന്ത് ചെയ്യും, ഈ റീലൊക്കേഷൻ രജിസ്റ്റർ അല്ലെങ്കിൽ ബേസ് രജിസ്റ്ററിലുള്ള വാല്യൂ എന്താണോ അതും CPU ജനറേറ്റ് ചെയ്ത ലോജിക്കൽ അഡ്രസ് എന്താണോ ദാറ്റ് വിൽ ബി ആഡഡ്. ആ ആഡ് ചെയ്യുന്ന മെക്കാനിസം ആണ് ആര് ചെയ്യുന്നത്? MMU ചെയ്യുന്നത്. ആൻഡ് ദ ഫൈനൽ അഡ്രസ് ദാറ്റ് ഇസ് കൺസിഡർഡ് ആസ് ദ ഫിസിക്കൽ അഡ്രസ്. Okay, so that process will be mapped to this particular physical address. Okay, ഇത് ചെയ്യുന്നതാണ് എന്ത്? MMU എന്ന് പറയുന്നത്. Okay, ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ മെസ്സേജ് ചെയ്തേ. ക്ലിയർ ആണെങ്കിൽ മെസ്സേജ് ചെയ്യൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. Okay, Nabil, others? ഐശ്വര്യ, ആശിഷ്, ആദിത്യ, അനൈന, okay. സോ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ യൂസർ പ്രോഗ്രാം അല്ലേ, യൂസർ പ്രോഗ്രാമിന് നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു? യൂസർ പ്രോഗ്രാം വരുന്നു, അതിന് CPU ലോജിക്കൽ അഡ്രസ്സ് കൺവേർട്ട് ചെയ്തു, അതിനെ ഫിസിക്കൽ അഡ്രസ് ആക്കി മാറ്റി MMU കൺവേർട്ട് ചെയ്തു. ആൻഡ് ആ ഫിസിക്കൽ അഡ്രസ്സിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാം ഡാറ്റയൊക്കെ കൊണ്ടുപോയി വെക്കുന്നത്. ഓക്കെ, ആ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രോഗ്രാം വെക്കുന്നത്. ഓക്കെ, എന്നിട്ടാണ് വർക്ക് ചെയ്യുക. മെയിൻ മെമ്മറിയിലാണ് വർക്ക് ചെയ്യുക. ആൻഡ് ഫൈനൽ റിസൾട്ട്, വർക്ക് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ട് നമുക്ക് ഐദർ മെയിൻ മെമ്മറിയിൽ വെക്കാം അല്ലെങ്കിൽ ഡിസ്കിലോ എവിടെ വേണമെങ്കിലും വെക്കാം. ഓക്കെ, സോ ഇവിടെ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഡൈനാമിക് ലോഡിംഗ്. ഓക്കെ, വാട്ട് ഇസ് ഡൈനാമിക്? സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം ആദ്യമേ ചെയ്തു വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റിക്. ഓക്കെ, സ്റ്റാറ്റിക് ടൈമിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ എറേ സ്റ്റാറ്റിക് അലോക്കേഷൻ, അതായത് എന്താണ്? എറേയുടെ കേസിൽ നമ്മൾ ഇൻറ്റ് A of 10 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയാണ് A is an array holding integer values of size 10. നമ്മൾ ആദ്യമേ പറഞ്ഞു കൊടുത്തു അല്ല, ഇത്രയാണ് സൈസ്. അപ്പോൾ ആദ്യമേ എല്ലാം പറഞ്ഞു കൊടുക്കുന്നതിനാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഇസ് ഡൈനാമിക്? ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ ടൈം, റൺ ടൈമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. റൺ ടൈമിലാണ് നമ്മൾ എറേയുടെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ആദ്യമേ അലോക്കേറ്റ് ചെയ്യുന്നില്ല. റൺ ടൈം നമ്മൾ CALOC, MALOC എന്നൊക്കെ പറഞ്ഞ ഫംഗ്ഷൻസ് ഉണ്ട് സിയിൽ, യൂസ്ഡ് ഫോർ ഡൈനാമിക് അലോക്കേഷൻ. ഓക്കെ, ഡൈനാമിക് റൺ ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനെയാണ് ഡൈനാമിക് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യു ആർ നോട്ട് ഗോയിങ് ടു അലോക്കേറ്റ് അറ്റ് ദ സ്റ്റാർട്ടിംഗ് ടൈം ബട്ട് ഓൺലി ആസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് നീഡഡ്. Okay, so that is considered as dynamic allocation. Okay, so dynamic loading, here it comes the concept of dynamic loading. So we know that entire program അല്ലേ, ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ പ്രോഗ്രാമും ആ പ്രോഗ്രാമിന് വേണ്ട ഡാറ്റയും കാര്യങ്ങളും എല്ലാം നമുക്ക് എന്ത് ചെയ്യണം? മെയിൻ മെമ്മറിയിൽ വെക്കണം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് മെയിൻ മെമ്മറിന്റെ സൈസ് എന്താണ്? ലിമിറ്റഡ് ആണ് അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഒപ്റ്റിമൈസേഷൻ അല്ലേ, സ്പേസ് ഒപ്റ്റിമൈസേഷൻ അല്ലേ ചെയ്യണം, അല്ലെ മാക്സിമം സ്പേസിനെ നമ്മൾ എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്താണ്? ഡൈനാമിക് ലോഡിംഗ് ആണ്. അതായത് എല്ലാം ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ 10 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ 10 ഫംഗ്ഷനും ഇനീഷ്യലി നമ്മൾ ലോഡ് ചെയ്യില്ല. എപ്പോഴാണോ ആവശ്യമുള്ളത് ആ ടൈമിൽ മാത്രം എടുക്കുക, ദെൻ കീപ് ഇറ്റ് ബാക്ക്.
ഓക്കെ, കാരണം എന്താ, മെമ്മറിയിൽ നമുക്ക് സേവ് ചെയ്യണം, അത് എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഓൾ ഇപ്പം ആവശ്യമുള്ള റുട്ടീൻസ് ആവശ്യമുള്ള ഫങ്ഷൻസ് എന്താണോ ദാറ്റ് യു ക്യാൻ ലോഡ്. ഓക്കെ, അൺയൂസ്ഡ് ആയിട്ടുള്ളത് എന്ത് ചെയ്യുന്നില്ല, സ്റ്റാർട്ടിങ് ലോഡ് ചെയ്ത് വെക്കുന്നില്ല. ഓക്കെ, എപ്പോഴാണോ ആവശ്യമുള്ളത് ആ ടൈമിൽ മാത്രം ഡിസ്ക് എന്ത് ചെയ്യുക, ലോഡ് ചെയ്തെടുക്കുക. സോ ദാറ്റ് കോൺസെപ്റ്റ് ഇസ് നോൺ ആസ് ഡൈനാമിക് ലോഡിംഗ്. ഓക്കെ, ഇറ്റ് ഇസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ബെറ്റർ മെമ്മറി സ്പേസ് യൂട്ടിലൈസേഷൻ. ഓക്കെ, സോ ഓൾ റുട്ടീൻസ്, എല്ലാ ഫംഗ്ഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു പ്രോഗ്രാം എഴുതി ആ പ്രോഗ്രാം ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കിൽ ലോഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, റീലൊക്കേറ്റബിൾ ഫോർമാറ്റിൽ ഡിസ്കിൽ ലോഡ് ചെയ്ത് വെക്കുന്നുണ്ട്. സോ മെയിൻ പ്രോഗ്രാം എപ്പോഴും എവിടെ വേണം, മെയിൻ പ്രോഗ്രാമാണ് വർക്ക് ചെയ്യുക. ദാറ്റ് ഷുഡ് ബി ഇൻ മെയിൻ മെമ്മറി. ഓക്കെ, ഒരു പ്രോഗ്രാമിൽ ഇപ്പം സി പ്രോഗ്രാമിൽ തന്നെ നമ്മളൊരു 10 ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദർ വിൽ ബി വൺ മെയിൻ ഫംഗ്ഷൻ ആൻഡ് ദർ വിൽ ബി സം അതർ ഫംഗ്ഷൻസ്. ഓക്കെ, 9 എക്സ്ട്രാ ഫംഗ്ഷൻസ് ഉണ്ടാവും. So main function, the main program code എവിടെ വേണം, it should be in main memory. Okay, ഇനി all other routines or all other functions can be executed, okay, as and when it is needed. It can be loaded when necessary. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ നമ്മളെല്ലാം ലോഡ് ചെയ്യൂല, എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് ഡിസ്ക് എന്ത് ചെയ്യും, ലോഡ് ചെയ്തിട്ട് മെമ്മറിയിലോട്ട് വെക്കും. ആൻഡ് അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ്. Okay, so that concept is known as dynamic loading. Okay, it is used for better memory space utilization. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് അഡ്വാൻറ്റേജ്, നമ്മൾ അൺയൂസ്ഡ് ആയിട്ടുള്ള റുട്ടീൻസ്, ഓക്കെ, ആവശ്യമില്ലാത്ത റുട്ടീൻസ് ആണെങ്കിൽ, റുട്ടീൻ മീൻസ് ഇറ്റ് ഇസ് ഫംഗ്ഷൻ, ആവശ്യമുള്ള അൺയൂസ്ഡ് റുട്ടീൻസ് ആണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി ലോഡഡ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു പ്രോഗ്രാം കോഡ്, നമ്മൾ എഴുതിയ പ്രോഗ്രാം കോഡ് ഇറ്റ് ഇസ് വെരി ലാർജ് ആണ്. ഓക്കെ, കുറേ ലാർജ് ആണ്, അതിൽ എറേഴ്സിൻ്റെ ഒക്കെ കുറേ കോഡ്സ് ഉണ്ട്, എറർ റിപ്പോർട്ടിംഗ് ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, ഇനീഷ്യലി ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് മാത്രം ലോഡ് ചെയ്താൽ മതി. അപ്പോൾ പ്രോഗ്രാം സൈസ് നമുക്ക് എന്ത് ചെയ്യാം, കുറക്കാം. ഓക്കെ, എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് മാത്രം എന്ത് ചെയ്യുക, പെർട്ടിക്കുലർ റുട്ടീൻസ് ലോഡ് ചെയ്യുക, ഡൈനാമിക് ആയിട്ട് ലോഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഡൈനാമിക് ലോഡിംഗ്. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് നീഡ് എനി സ്പെഷ്യൽ സപ്പോർട്ട് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, വേറെ എക്സ്ട്രാ ഹാർഡ്വെയറോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഒരു പ്രോഗ്രാമിൽ അതിൽ മെയിൻ പ്രോഗ്രാം എന്തായാലും മെയിൻ മെമ്മറിയിലോട്ട് വെക്കും. ഓക്കെ, ആൻഡ് ഇഫ് ദർ ആർ സം അതർ റുട്ടീൻസ്, ഓക്കെ, സം അതർ റുട്ടീൻസ് ഉണ്ടെങ്കിൽ അത് ആവശ്യമുള്ള റുട്ടീൻസ് മാത്രം ലോഡ് ചെയ്യുക. ഓക്കെ, എപ്പോഴാണോ ആവശ്യമുള്ളൂ ആ സമയത്ത് ലോഡ് ചെയ്ത് വെക്കുക. ഇറ്റ് വിൽ ബി ഇൻ ദ ഡിസ്ക് ആൻഡ് ഇറ്റ് ക്യാൻ ബി ലോഡഡ്. ഓക്കെ, അല്ലാത്തത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഇറ്റ് ഇസ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഈസ് മെമ്മറി സ്പേസ് യൂട്ടിലൈസേഷൻ. അതാണ് ഡൈനാമിക് ലോഡിംഗ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? വാട്ട് ഈസ് ഡൈനാമിക് ലോഡിംഗ്? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അമൽ, മിൻഹാജ്, അരുൺദത്ത്, ജരീഷ്, നിഹാൽ, ഋതിക്, തുളസി, യാദവ്. Clear? What is MMU? What is the function of memory management unit? What is dynamic loading? And what is the advantage of dynamic loading? Clear ആണോ? Okay. So next is dynamic linking. Okay. Just read this slide. Okay. MMUയുടെ സ്ലൈഡ് ഒന്ന് നോക്കുക, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലോട്ട് മൂവ് ചെയ്യാം.
Okay. Next concept is dynamic linking. Okay, this is asked for 3 marks. What is dynamic loading? What is dynamic linking? Okay, അത് 3 marks വരെ നമുക്ക് ചോദിക്കാം. Okay, so നമ്മൾ ഡൈനാമിക് ലോഡിംഗ് പഠിച്ചു. എന്താണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം എന്ത് ചെയ്യുക, ഡിസ്കിന്ന് ലോഡ് ചെയ്യുക, റുട്ടീൻസ് ഡിസ്കിന്ന് ലോഡ് ചെയ്യുക, ആൻഡ് ഇറ്റ് ക്യാൻ ബി കെപ്റ്റ് ഇൻ മെമ്മറി ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ള, അപ്പോൾ ബേസിക്കലി എന്തായിരുന്നു പറഞ്ഞത്, എററിൻ്റെ കോഡ്സ്, എറർ റുട്ടീൻസ് ആണ് പറഞ്ഞത്. ഓക്കെ, എറർ റുട്ടീൻസ് എപ്പോഴാണ് ആവശ്യമുള്ളപ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി, കോൾ ചെയ്തിട്ട് ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡൈനാമിക്കലി പറഞ്ഞു. സെയിം വേ ഡൈനാമിക് ലിങ്ക് ചെയ്യണം. ഇവിടെ ലോഡിംഗ് അല്ല, ഇവിടെ ലിങ്കിങ് ആണ്. ഓക്കെ, നോർമലി എന്താണ് സ്റ്റാറ്റിക് ലിങ്കിങ് വരാം. ഇപ്പം നമ്മുടെ സി പ്രോഗ്രാം എഴുതി, ആ പ്രോഗ്രാമിൽ കുറേ ഹെഡർ ഫയൽസും ലൈബ്രറീസും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനീഷ്യലി എല്ലാവരെയും ലിങ്ക് ചെയ്ത് വെക്കുക. ഓക്കെ, സ്റ്റാറ്റിക് ലിങ്കിങ് മീൻസ് ഇനീഷ്യലി ഇറ്റ് ഈസ് ലിങ്ക് ടു ദ ബൈനറി പ്രോഗ്രാം. ആദ്യമേ എല്ലാ ലൈബ്രറീസും അതുപോലെ ഹെഡർ ഫയൽസ് ഒക്കെ ലിങ്ക് ചെയ്ത് കൊടുക്കുകയാണ് പ്രോഗ്രാമിലൂടെ. ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ലിങ്കിങ്. സോ അവിടെ എന്താണ്, മെമ്മറി വേസ്റ്റേജ് ആണ് അല്ലേ, ഡിസ്കും മെയിൻ മെമ്മറി ഒക്കെ, കാരണം ആവശ്യമില്ലാതെ കുറേ ലൈബ്രറീസും കാര്യങ്ങളൊക്കെ ലിങ്ക് ആയിട്ടുണ്ടാവും. സോ ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ലിങ്കിങ്. സോ ഇൻ ഓർഡർ ടു avoid or in order to overcome that disadvantage, we are using dynamic linking. Okay, that is linking executed at runtime. Okay, runtime മാത്രം എന്ത് ചെയ്യുക, ഈ സിസ്റ്റം ലൈബ്രറീസും ഹെഡർ ഫയൽസും ഒക്കെ ലിങ്ക് ചെയ്യുക. ദാറ്റ് ഇസ് ഡൈനാമിക് ലിങ്കിങ്. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ലോഡിംഗ് പറഞ്ഞപ്പോൾ, ലോഡ് ചെയ്യുക പറഞ്ഞാൽ ഡിസ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മെയിൻ മെമ്മറിയിലോട്ട് വെക്കുന്നത് തന്നെയാണ് ലോഡിംഗ്. ഓക്കെ, ആ ലോഡിംഗ് ടൈം തന്നെ സ്റ്റാറ്റിക് ലോഡിങ്ങും ഉണ്ട്, ഡൈനാമിക്കും പറഞ്ഞു. ഓക്കെ, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി എല്ലാ റുട്ടീൻസും ലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിൽ ആവശ്യമുള്ളതും ഉണ്ടാവും, അൺയൂസ്ഡും ഉണ്ടാവും, യൂസിങ്. ഓക്കെ, കറന്റ് ആവശ്യമുള്ളതും ഉണ്ടാവും. ഓക്കെ, ബട്ട് യു ആർ ലോഡിംഗ് ഈച്ച് ആൻഡ് എവറി റുട്ടീൻ. ദാറ്റ് ഇസ് സ്റ്റാറ്റിക് ലോഡിംഗ്. ഓക്കെ, സോ അവിടെയും മെമ്മറി വേസ്റ്റേജ് ആണ്. ദാറ്റ് ഓവർകംസ് എന്താണ്, ഡൈനാമിക് ലോഡിംഗ് എന്ന് പറയും. ഡൈനാമിക് ലോഡിംഗ് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഫിഷ്യൻ്റ് ആയിട്ട് മെമ്മറിനെ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഡൈനാമിക് ലോഡിംഗ് മീൻസ് as and when needed you are loading that routine. ഓക്കെ, ഡിസ്കിന്ന് ആവശ്യമുള്ളപ്പോൾ മാത്രം എന്താണ് ആ റുട്ടീൻസ് ലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, മെയിൻ പ്രോഗ്രാം വിൽ ബി ഇൻ മെയിൻ മെമ്മറി. അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാമിന് ആവശ്യമുള്ളപ്പോൾ ഏതൊക്കെ റുട്ടീൻസ് ആണ് ആവശ്യമുള്ളത്, at that time it will be loaded from the disk. That is loading. And linking, similar to linking എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പ്രോഗ്രാമിൽ കുറേ സിസ്റ്റം ലൈബ്രറീസും ഹെഡർ ഫയൽസ് ഒക്കെ വരാം. സോ അത് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിക് ലിങ്കിങ് ഉണ്ട്, അപ്പോഴും അവിടെ മെമ്മറി വേസ്റ്റേജ് വരും. സോ ഡൈനാമിക് ലിങ്കിങ് എന്ന് പറഞ്ഞാൽ റൺ ടൈമിലാണ് ലിങ്ക് ചെയ്യുക. ഓക്കെ, ഏതൊക്കെ ലൈബ്രറീസ് ആണ് ആവശ്യമുള്ളത് ആ സമയത്ത് ലിങ്ക് ചെയ്യുക. ഓക്കെ, ലിങ്കിങ് കൊടുക്കുക. സോ ലിങ്കർ വിൽ പെർഫോം ദ ലിങ്കിങ് ആൻഡ് ഫോർ ലോഡിങ് ഇറ്റ് ഇസ് ലോഡർ. ഓക്കെ, ലോഡറും ഉണ്ട് ലിങ്കറും ഉണ്ട്. സോ ലോഡർ പ്രോഗ്രാം എന്ത് ചെയ്യും, ലോഡ് ചെയ്യും, ഡിസ്കിന്ന് ലോഡ് ചെയ്യും. ആൻഡ് ലിങ്കർ വിൽ പെർഫോം ദ ലിങ്കിങ് ഓപ്പറേഷൻ. ഓക്കെ, അത് ഡൈനാമിക് ലിങ്കിങ് ആണ് നമ്മൾ നോർമലി പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്, ആവശ്യമുള്ളപ്പോൾ മാത്രം എന്താണ് ഈ സിസ്റ്റം ലൈബ്രറീസുമായിട്ട് ലിങ്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിനാണ് ലിങ്കർ എന്ന് പറയുന്ന പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഒ എസിൻ്റെ പാർട്ടാണ് ഈ ലിങ്കർ, ലോഡർ എന്നൊക്കെ ഉള്ളത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഓക്കെ, ഒ എസിൻ്റെ പാർട്ടാണ്. അപ്പോൾ ലോഡർ എന്ന് പറഞ്ഞാൽ എന്താണ് ഫംഗ്ഷൻ ചെയ്യുന്നത്, ഇറ്റ് പെർഫോംസ് ലോഡിങ്. ആൻഡ് ലിങ്കർ എന്ന് പറയുന്നത് ലിങ്കിങ് പെർഫോം ചെയ്യും. സോ ഡൈനാമിക് ലിങ്കിങ്ങിൻ്റെ കേസിൽ നമുക്കറിയാം റൺ ടൈമിലാണ് ലിങ്ക് ചെയ്യുന്നത് അല്ലേ. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ് ഇസ് റൺ ടൈം. ഓക്കെ, സോ ഹിയർ എന്താണ്, ഫോർ ഈച്ച് ലൈബ്രറി ദർ വിൽ ബി വൺ സ്റ്റെബ്. ഓക്കെ, സ്റ്റെബ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വരും. ഓക്കെ, ഓരോ ലൈബ്രറി, ഓരോ റുട്ടീനും, ഓരോ സിസ്റ്റം ലൈബ്രറി, ഇപ്പോൾ സി പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കുറേ സിസ്റ്റം ലൈബ്രറീസ് അവൈലബിൾ ആണ്. സോ ഓരോ ലൈബ്രറിക്കും എന്തുണ്ടാവും, ഒരു സ്റ്റെബ് ഉണ്ടാവും. ഈ സ്റ്റെബ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ സ്മോൾ പീസ് ഓഫ് കോഡ്. ഓക്കെ, ഈ ഒരു കോഡാണ് എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, വെദർ ദാറ്റ് റുട്ടീൻ ഈസ് നീഡഡ് ഓർ നോട്ട്. ഓക്കെ, ഒരു പ്രോഗ്രാമിൽ ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാം 5 സിസ്റ്റം ലൈബ്രറി യൂസ് ചെയ്യുന്നുണ്ട് ആണെങ്കിൽ ഡൈനാമിക് ആയിട്ട് എന്ത് ചെയ്യും, അവരുടെ സ്റ്റെബ് ഉണ്ടല്ലോ, സ്റ്റെബാണ് എന്ത് ചെയ്യുന്നത്, റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ലൈബ്രറി കോഡ് റീപ്ലേസ് ചെയ്യുന്നത് സ്റ്റെബാണ്. ഓക്കെ, അപ്പോൾ റുട്ടീൻ ഓരോ ലൈബ്രറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആളാണ് സ്റ്റെബ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെബ് എന്ന് പറയുന്നത് ആക്ച്വലി എ പീസ് ഓഫ് കോഡാണ്. ഓക്കെ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൗ ടു ലൊക്കേറ്റ് ദ സിസ്റ്റം ലൈബ്രറി. ഓക്കെ, ഹൗ ടു ലൊക്കേറ്റ് ദ സിസ്റ്റം ലൈബ്രറി. അപ്പോൾ ആ ഒരു കോഡ് പറഞ്ഞിട്ടുണ്ടാവും, ഓരോ സിസ്റ്റം ലൈബ്രറിയിലേക്കും കണക്ട് ചെയ്യാനുള്ള ഒരു കോഡാണ് സ്റ്റെബ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെബ് എക്സിക്യൂട്ട് ചെയ്യുമ്പം ഇറ്റ് ചെക്സ് ടു സീ വെദർ ദ നീഡഡ് റുട്ടീൻ ഈസ് ഓൾറെഡി ഇൻ മെമ്മറി. ഓക്കെ, സ്റ്റെബ് എന്ത് ചെയ്യും, സ്റ്റെബ് വർക്ക് ചെയ്യുമ്പം സ്റ്റെബ് എന്താ ചെക്ക് ചെയ്യുക, സ്റ്റെബിൻ്റെ ആ റുട്ടീൻ, ഓക്കെ, ആ ഒരു ലൈബ്രറി മെയിൻ മെമ്മറിയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. അതില്ല എന്നുണ്ടെങ്കിൽ
എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ മെമ്മറിയിലോട്ട് അതിനെ ലിങ്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതാണ് സ്റ്റബ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഡൈനാമിക് ലിങ്കിങ് എന്ന് പറയുന്നത്? ലിങ്കിങ് അറ്റ് റൺ ടൈം ആണ് അല്ലെ. നമുക്ക് വേണ്ട സിസ്റ്റം ലൈബ്രറീസും അതുപോലെ ഹെഡർ ഫയൽസിനൊക്കെ ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്യണത് റൺ ടൈമിൽ ലിങ്ക് ചെയ്യുന്നതാണ് ഡൈനാമിക് ലിങ്കിങ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് സ്റ്റബ്. ഓക്കെ, സ്റ്റബ് ഇസ് ആക്ച്വലി എ പീസ് ഓഫ് കോഡ്. ഓക്കെ, ഓരോ സിസ്റ്റം ലൈബ്രറിനെയും ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു കോഡാണ് സ്റ്റബ്. ഓക്കെ, അപ്പൊ സ്റ്റബ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സ്റ്റബ് എന്താ ചെക്ക് ചെയ്യണത്? ആ കോഡിൽ എന്താ ചെക്ക് ചെയ്യണത്? വെദർ ദാറ്റ് സിസ്റ്റം ലൈബ്രറി ഈസ് there in main memory. ഓക്കെ, മെയിൻ മെമ്മറിയിലേക്ക് അത് ഓൾറെഡി വെച്ചിട്ടുണ്ടോ, ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ലൈബ്രറി, ഓരോ ലൈബ്രറിക്കും ഓരോ സ്റ്റെപ്പാണ്. അപ്പോൾ ആ പെർട്ടിക്കുലർ ലൈബ്രറി ലോഡ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ then it will be loaded. സ്റ്റബ് എന്ത് ചെയ്യും? അതിൽ ലോഡ് ചെയ്യിപ്പിക്കും. ഇഫ് ഇറ്റ് ഇസ് there then it doesn't matter. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ശരിക്കും എന്ത് സ്റ്റബിന്റെ അഡ്വാൻറ്റേജ് പറയുന്നത്. ഓക്കെ, സ്റ്റബ് ആക്ച്വലി എന്താ ചെയ്യണത്? ജസ്റ്റ് ചെക്ക് ചെയ്യും. ഓക്കെ, ചെക്ക് വെദർ that particular library is present in memory or not. If it is already present, then it need not link or load. Okay, ഇനിയല്ല, if it is not there in the memory, it will load it to memory. ഓക്കെ, അതാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനാണ് സ്റ്റബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ ഡൈനാമിക് ലിങ്കിങ് ആണ്. ഡൈനാമിക് ലിങ്കിങ്ങിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഈച്ച് സിസ്റ്റം ലൈബ്രറി വിൽ ബി ഹാവിങ് സം സ്മോൾ പീസ് ഓഫ് കോഡ് നോൺ ആസ് സ്റ്റബ്. സ്റ്റബ് എന്ത് ചെയ്യും? സ്റ്റബാണ് ചെക്ക് ചെയ്യുന്നത്, ഓരോ ലൈബ്രറീൻ്റെ കേസ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് സ്റ്റബ് എന്ത് ചെയ്യും? ആ അഡ്രസ്സിനെ റീപ്ലേസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, ദിസ് കോൺസെപ്റ്റ് ഈസ് നോൺ ആസ് ഡൈനാമിക് ലിങ്കിങ്. ഓക്കെ, ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ ഇൻ ദ കേസ് ഓഫ് ലൈബ്രറി അപ്ഡേറ്റ്സ്. ഓക്കെ, ഇപ്പം ലൈബ്രറീസിലെ അപ്ഡേഷൻസ് വരുവാണെങ്കിൽ, സിസ്റ്റം ലൈബ്രറീസ് അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ പുതിയ വേർഷൻസ് ആയിരിക്കും. സോ ആ ടൈമിൽ ഈ സ്റ്റബാണ് ചെക്ക് ചെയ്യുന്നത് whether it is old or new. If it is old, it will be replaced by new. Okay, if it is new, then it won't replace. So അങ്ങനെ ചെക്ക് ചെയ്യണത് ഈ സ്റ്റബ് കോഡ് ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡൺ ബൈ സ്റ്റബ് ഇൻ കേസ് ഓഫ് ഡൈനാമിക് ലിങ്കിങ്. Okay, so this system is known as shared libraries. Okay, ഇതാണ് ഡൈനാമിക് ലിങ്കിങ്. ഇപ്പോൾ ഡൈനാമിക് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഡിസ്കിൽ നിന്ന് ലോഡ് ചെയ്തെടുക്കുക അറ്റ് റൺ ടൈം. ഓക്കെ, ഡൈനാമിക് ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റം ലൈബ്രറീസും പ്രോഗ്രാം കോഡും ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്കറാണ് ചെയ്യുക. സോ അത് സ്റ്റാറ്റിക്കും ഉണ്ട് ഡൈനാമിക്കും ഉണ്ട്. Okay, dynamic means at runtime. So for that there will be a small piece of code associated with each library. Okay, that is known as stub. Okay, stub will check whether that library is linked or not. Okay, link ചെയ്തിട്ടുണ്ടെങ്കിൽ that program can use. Otherwise stub will replace that address. Okay, ഏതാണോ അവരുടെ അസോസിയേറ്റ് ചെയ്ത ലൈബ്രറി ഏതാണോ അതിന്റെ അഡ്രസ് വെച്ച് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് കറസ്പോണ്ടിങ് പ്രോഗ്രാമിന് എന്ത് ചെയ്യാം? ലൈബ്രറിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ നമുക്ക് ഇപ്പോൾ ലൈബ്രറി അപ്ഡേഷൻസ് വന്നു കഴിഞ്ഞാൽ ഓൾഡറും ന്യൂവും രണ്ട് വേർഷൻസ് ഉണ്ടാവും. സോ സ്റ്റബ് വെച്ചിട്ടാണ് അവർ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റബ് ചെക്ക് ചെയ്യും വെദർ ഇറ്റ് ഈസ് ഓൾഡ് ഓർ നോട്ട്. ഓക്കെ, സോ ദാറ്റ് സിസ്റ്റം ഇസ് നോൺ ആസ് ഷെയർഡ് ലൈബ്രറീസ്. ക്ലിയർ ആണോ? ഡൈനാമിക് ലിങ്കിങ് ആൻഡ് ഡൈനാമിക് ലോഡിംഗ്, ഇസ് ഇറ്റ് ക്ലിയർ? സ്റ്റബ് എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് ക്ലിയർ ആണോ? Actually, stub is a small piece of code associated with each library. ഓരോ ലൈബ്രറി സിസ്റ്റം ലൈബ്രറിക്കും എന്തുണ്ടാവും? സ്റ്റബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മോൾ പീസ് ഓഫ് കോഡ് ഉണ്ടാവും. ക്ലിയർ ആണോ? ഋതുൽ, ഷഫീഖ്, റാസി, ഋതിക്, സങ്കീർത്തന, സെവിൻ, അനുപമ, ഓക്കെ.
Okay, next important topic is actually swapping. Okay, just I will give a brief idea of swapping. Okay, actually we know that a process must be in memory. Yeah? For execution it must be in memory. Okay, and sometimes a process can be swapped temporarily out of memory. Okay, to a disk. ഈ backing store ഉദ്ദേശിക്കുന്നത് it is a fast disk. ഓക്കെ ഡിസ്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. സംടൈംസ് എന്ത് ചെയ്യാം പ്രോസസ്സിനെ മെയിൻ മെമ്മറിയിൽ നിന്ന് നമുക്ക് ഡിസ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലെങ്കിൽ തിരിച്ചും ഡിസ്കിൽ നിന്ന് മെയിൻ മെമ്മറിയിലോട്ട് വെക്കണം എക്സിക്യൂഷന് വേണ്ടിയിട്ട്. സോ ദാറ്റ് കോൺസെപ്റ്റ് ഇസ് നോൺ ആസ് സ്വാപ്പിംഗ്. ഓക്കെ, സ്വാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ ഫിഗർ. ഓക്കെ, സംടൈംസ് ദിസ് ഇസ് യുവർ ഡിസ്ക്, ദിസ് വിൽ ബി ദ മെയിൻ മെമ്മറി. ഓക്കെ, സോ OS എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ സംടൈംസ് ദിസ് P1 എന്ന് പറഞ്ഞ പ്രോസസ് എന്ത് ചെയ്യും മെയിൻ മെമ്മറിയിൽ നിന്ന് സ്വാപ്പ് ഔട്ട് ചെയ്തു. Okay, it will be transferred back to disk, and another process like P2 will be swapping, that is it will be placed back to main memory. Okay, so appo swap in undu swap out undu. So eppozhana nammal swapping cheya, one example is that when you are performing round robin algorithm, okay, there will be quantum time. Okay, so when quantum time expires endu cheyum, the OS will swap out. Okay, മെയിൻ മെമ്മറി കാരണം ടൈം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും ആ പ്രോസസ്സിനെ മെയിൻ മെമ്മറിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇറ്റ് വിൽ ബി പ്ലേസ്ഡ് ബാക്ക് ടു ദ ബാക്കിംഗ് സ്റ്റോർ ഓർ ഡിസ്ക്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും വെൻ ആ ചാൻസ് ആ പ്രോസസ്സിന് വെൻ നെക്സ്റ്റ് ചാൻസ് കംസ് ഇറ്റ് വിൽ ബി സ്വാപ്ഡ് ഇൻ ടു ദ മെമ്മറി ഫോർ എക്സിക്യൂഷൻ. ഓക്കെ, കാരണം മെയിൻ മെമ്മറി ഈസ് ലിമിറ്റഡ് ഇൻ സൈസ്. ഓക്കെ, ലിമിറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാ പ്രോസസ്സിനും എന്ത് ചെയ്യാൻ പറ്റില്ല, മെയിൻ മെമ്മറിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. So what you have to do at present execution possible ആയ ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും മെയിൻ മെമ്മറിയിലോട്ട് വെക്കും. ആൻഡ് അവരുടെ ഇത് കഴിഞ്ഞാൽ എക്സിക്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി പ്ലേസ്ഡ് ബാക്ക് ടു ദ ബാക്കിംഗ് സ്റ്റോർ ഓർ ഡിസ്ക്. ഓക്കെ, അതുപോലെ ഹയർ പ്രയോറിറ്റി. ഓക്കെ, ഇഫ് ഹയർ പ്രയോറിറ്റി പ്രോസസ് കംസ്, കറന്റ്ലി മെയിൻ മെമ്മറിയിൽ ലോവർ പ്രയോറിറ്റി ഉള്ള ഒരു പ്രോസസ്സാണ് ഉള്ളത്. വെൻ എ ഹയർ പ്രയോറിറ്റി പ്രോസസ് കംസ് ആൻഡ് ഇഫ് ദർ ഈസ് നോ അതർ സ്പേസ് എന്ത് ചെയ്യും ഈ ലോവർ പ്രയോറിറ്റീൻ്റെ എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഓക്കെ currently execution അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് it will be moved back to the disk. എന്നിട്ട് ഹയർ പ്രയോറിറ്റീനെ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും it will be in execution. Okay, when this higher priority completes its execution, the lower priority process can resume the execution. അപ്പോൾ എന്ത് ചെയ്യണം അവർ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഹയർ പ്രയോറിറ്റീനെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ പ്രോസസ്സിനെ തിരിച്ച് ഡിസ്കിലോട്ട് വെക്കാം, എന്നിട്ട് ലോവർ പ്രയോറിറ്റീനെ തിരിച്ച് വെക്കാം. ഓക്കെ, സോ അങ്ങനത്തെ കേസ് വരുമ്പോൾ കാരണം മെയിൻ മെമ്മറിന്റെ സൈസിന് ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു എ പെർട്ടിക്കുലർ സൈസ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സംടൈംസ് യു ഹാവ് ടു പെർഫോം സ്വാപ്പിംഗ് ഓപ്പറേഷൻ ഓക്കെ ടു റൺ ദ പ്രോസസ്സസ്. സോ അതാണ് സ്വാപ്പിംഗ്. ഓക്കെ, സ്വാപ്പിംഗ് നമുക്ക് എന്ത് ചെയ്യാം ഫാസ്റ്റ് ഡിസ്ക് യൂസ് ചെയ്യും അല്ലേ. എന്ത് ചെയ്യാണ് നമ്മൾ മെയിൻ മെമ്മറിയിൽ നേരെ എന്ത് ചെയ്യുന്നു ഡിസ്കിലോട്ടാണ് സ്വാപ്പ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതുപോലെ അവിടെ റോൾ ഔട്ടും റോൾ ഇന്നും. ഓക്കെ, എന്താണ് ഇപ്പം നമുക്ക് പ്രയോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ള അൽഗോരിതം ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഹയർ പ്രയോറിറ്റി വന്നു കഴിഞ്ഞാൽ ലോവർ പ്രയോറിറ്റീനെ സ്വാപ്പ് ഔട്ട് ചെയ്യേണ്ടി വരും, ഹയർ പ്രയോറിറ്റീനെ ലോഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഹയർ പ്രയോറിറ്റി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം യു ക്യാൻ പെർഫോം ദ ലോവർ പ്രയോറിറ്റി പ്രോസസ്. ഓക്കെ, സോ ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദർ വിൽ ബി എ റെഡി ക്യൂ. ഓക്കെ, റെഡി ക്യൂ ഉണ്ടായിരിക്കും കാരണം റെഡി പ്രോസസ്സിനെ എന്ത് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദർ വിൽ ബി എ റെഡി ക്യൂ. ഓക്കെ, സോ റെഡി ക്യൂ എന്നാണ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് മെമ്മറിയിൽ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, വി ഹാവ് സ്റ്റഡീഡ് അബൌട്ട് റെഡി ക്യൂ earlier. സോ ദാറ്റ് കോൺസെപ്റ്റ് ഇസ് നോൺ ആസ് സ്വാപ്പിംഗ്. മനസ്സിലായല്ലോ, എന്താണ് ഇൻ ആൻഡ് ഔട്ട് നമ്മൾ റോൾ ബാക്ക് ചെയ്യുന്നതിനെയാണ് സ്വാപ്പിംഗ്. എന്തുകൊണ്ടാണ് മെയിൻ മെമ്മറി സൈസ് കുറവാണ്. ഓക്കെ, സോ എപ്പോഴാണ് നമുക്ക് പ്രയോറിറ്റി അൽഗോരിതം അല്ലെങ്കിൽ ഇതുപോലെ റൗണ്ട് റോബിൻ അൽഗോരിതം ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ടൈം സ്ലോട്ട് കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി പെർഫോംഡ്. അപ്പോൾ അവർ ഒന്നിക്കൽ റെഡി ക്യൂവിൽ വെക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക തിരിച്ച് ഡിസ്കിലോട്ട് വെക്കുക. അതുപോലെ ഹയർ പ്രയോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സ് വരുവാണെങ്കിൽ ഹയർ പ്രയോറിറ്റി ഷുഡ് ബി എക്സിക്യൂട്ടഡ് ഫസ്റ്റ്. സോ അപ്പോൾ എന്ത് ചെയ്യണം കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ലോവർ പ്രയോറിറ്റിനെ മാറ്റിയിട്ട് വേണം ഹയർ വെക്കാൻ. സോ മാറ്റിയിട്ട് നമ്മൾ എവിടെയാണ് വെക്കുക തിരിച്ച് ഡിസ്കിലോട്ട് വെക്കും. ഓക്കെ, സോ ദാറ്റ് പ്രോസസ് ദാറ്റ് സ്വാപ്പിംഗ് ഓക്കെ ടു ആൻഡ് ഫ്രോ ഇങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്വാപ്പിങ്ങിനെയാണ് നമ്മൾ റോൾ ഔട്ട് റോൾ ഇൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വാപ്പ് ഔട്ട് സ്വാപ്പ് ഇൻ എന്ന് പറയും. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തിനാണ് സ്വാപ്പിംഗ്? ഓക്കെ, സ്വാപ്പിംഗിന് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ് ഒരു ഡിസ്കിനെ. അതർവൈസ് ഇറ്റ് ഇസ് നോൺ ആസ് ബാക്കിംഗ് സ്റ്റോർ ഓർ ഇറ്റ് ഈസ് എ ഫാസ്റ്റ് ഡിസ്ക്. ഓക്കെ, ആ ഡിസ്ക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുന്നത്. Okay, also the system should maintain a ready queue.
ഓക്കെ, റെഡി ക്യൂവിൽ വേണം. കാരണം ഏത് പ്രോസസ്സാണ് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്, റെഡി ആയിട്ടുള്ള പ്രോസസ്സിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ഷുഡ് ബി എ റെഡി ക്യൂ. ഇപ്പോൾ റെഡി ക്യൂ എന്നാണ് CPU ഷെഡ്യൂളർ എന്ത് ചെയ്യുന്നത്, പ്രോസസ്സിനെ എടുത്തിട്ട് മെയിൻ മെമ്മറിയിലോട്ട് വെക്കുന്നത്. ഓക്കെ, ദാറ്റ് വി ഹാവ് സ്റ്റഡിഡ് ഇൻ റൗണ്ട് റോബിൻ അൽഗോരിതം അല്ലെ. റൗണ്ട് റോബിൻ അൽഗോരിതം പഠിച്ചപ്പോൾ അവിടെ നമ്മൾ റെഡി ക്യൂ മെയിൻറ്റെയിൻ ചെയ്തു. ബിക്കോസ് ആ റെഡി ക്യൂ എന്നാണ് നമ്മുടെ CPU ഷെഡ്യൂളർ. ഓക്കെ, ഷെഡ്യൂളർ എന്ത് ചെയ്യും, ഡിസ്പാച്ചർ എന്ന് പറഞ്ഞ മൊഡ്യൂളിനെ കോൾ ചെയ്തിട്ട് അതിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. റെഡി ക്യൂ എന്നാണ് പ്രോസസ്സിനെ സെലക്ട് ചെയ്തിട്ട് മെയിൻ മെമ്മറിയിൽ വെക്കുന്നത് എക്സിക്യൂഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഇഫ് ഇറ്റ് മെയിൻ മെമ്മറിയിൽ സ്പേസ് ഉണ്ടെങ്കിൽ എക്സിക്യൂഷന് കൊടുക്കും, ഇല്ലെങ്കിൽ സ്പേസ് ഫ്രീ ആക്കും. എങ്ങനെയാ ഫ്രീ ആക്കുക, ഇവിടെയുള്ള പ്രോസസ്സിനെ എടുത്തിട്ട് ഡിസ്കിലോട്ട് വെക്കുക. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് സ്വാപ്പിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സ്വാപ്പിംഗ് ക്ലിയർ ആണോ? വാട്ട് ഈസ് സ്വാപ്പിംഗ്? ക്ലിയർ ആണോ എല്ലാവർക്കും? ഇത് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് സ്വാപ്പിംഗ്, അതിൽ വേണ്ട ആൾക്കാർ ബാക്കിംഗ് സ്റ്റോറും, വാട്ട് ഈസ് റോൾ ഔട്ട് റോളിംഗ്, ആൻഡ് ദർ വിൽ ബി എ റെഡി ക്യൂ. ഓക്കെ, ദെൻ യു ഹാവ് ടു റൈറ്റ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ സ്വാപ്പിംഗ് ചെയ്യുന്നത്, ദാറ്റ് യു ഹാവ് ടു റൈറ്റ്. ദെൻ ഡ്രോ ദ സ്പീക്കർ ഓൾസോ ഫോർ സ്വാപ്പിംഗ്. ക്ലിയർ ആണോ? അഭിനവ്, അനൈന, അഞ്ജിത, ഫാത്തിമ ത്രംഷാദ, ഹൃതുൽ, മിൻഹാജ്, അനുപമ, റിസ്വിൻ, ക്ലിയർ ആണോ? Okay. If you have any doubts, you can ask now. Okay, attendance please. Ashish, Abhinav, Abhishek, Aditya, Aishwarya, Akhil CV, Akhil K, Amal, Anaina, Amina, Anirudh, Anchita, Anuja, Anupama, Aromal, Arpit, Arundat. Aromal absent, right? Aromal undo? Arpid absent. Arundat, okay. Ashwin, Fasna, Fatima Tramshada, Rutul, Jarish, Khadija absent. Ligit, Mariam Liana, Mithun, Nasif, Rasi, Minhaj, Nihal, Sali, Shafiq, Nabil, Nanda, Nandita, Nivedya, Nuha, Prince, Rishikesh, Riswin, Ritik, Rohit, Safil, Sankirtana, Safil undo? Safil, Sankirtana, Sarang, Sejal, Sevin, Shabin, Sishaj, Tanusri, Teja, Tulasi, Vaishnavi, Vishnu, Vaishna, Yadav, Anish, Yadav and Anish. Okay. So absent is Aromal, Arpid, Khadija, Shirin, Mariam Liana and Safil. Okay, thank you.